ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ ഒരു ലൈറ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ അകത്തെ കമ്പോണൻസൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. അൺബോക്സിങ് വീഡിയോയും ഡീറ്റെയിൽസും ഒരു 2 മാസത്തിനകത്ത് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മുടെ ഹർഡോളിൻ്റെ പാത്വേ ലൈറ്റാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്തെ കമ്പോണൻസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ചെറിയൊരു കുടുക്കം കണ്ടതുകൊണ്ടാണ് ഞാൻ എന്നാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത ശേഷം ഇതൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇളകി വരും. ഇതിൻ്റെ അകമൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഫീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മുമ്പത്തെ വീഡിയോ ആയിട്ട് ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ആക്ച്വലി നേരത്തെ നോക്കുമ്പോഴത്തേക്ക് മുമ്പത്തെ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, കുറച്ച് പെട്ടെന്ന് ഫീഡായതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അതിൻ്റെ വാഷർ നമുക്ക് നീക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ 2 സ്ക്രൂസാണ് ഇളക്കേണ്ടത്. ഓക്കെ, ഈ സ്ക്രൂസ് ഞാൻ ഇളക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മോഡ്സ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ മൾട്ടി കളർ LED ആണ് വരുന്നത്. ഇത് വൈറ്റ്, പിന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് മിക്സഡ് മോഡാണ്. ഈ മോഡിൽ ഓരോ കളറായിട്ട് മാറി മാറി കത്തും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു RGB LED വരുന്നുണ്ട്. ബാക്കി ഇവിടെ സൈഡിലാണ് ബാക്കി LEDs വരുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. സൈഡിലായിട്ട് RGB LEDs വരുന്നുണ്ട്. പിന്നെ ഇതിൽ 2 LEDs ആണ് വരുന്നത്. ഇവിടെ വരുന്ന RGB LED യും ഇവിടെ വരുന്ന വൈറ്റ് LED ആണ്. ഇവിടെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയും ഒരു RGB LED വരുന്നുണ്ട്. ഇവിടെ ഒരു വൈറ്റ് LED സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഞാനിപ്പം ഇളക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. നോക്കാം, വേറെ എന്തെങ്കിലും അഡീഷണൽ ലോക്കോ വല്ലോട്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതായത് ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വയർ കുരുങ്ങിയിരുന്നതുകൊണ്ടാണ് നമുക്ക് ഈസിയായിട്ട് ഇളക്കാൻ പറ്റായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 18650 ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1200 mAh 2020 മാനുഫാക്ചറിങ് ബാറ്ററിയാണ് ഇതിൽ. ഓക്കെ, ഈ ബാറ്ററി ഒന്ന് നോക്കാം. ബാറ്ററി ഇതാ ജസ്റ്റ് ഒരു ഹോൾഡർ ഇട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാ പിന്നെ RGBയുടെ ഹെഡർ ഇതാ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ഹെഡറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 1-2 ICസും സോളാർ പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻസ് നേരെ ഈ ബോർഡിലേക്ക് പോയിട്ടുണ്ട്. നോക്കാം, RGB ഹെഡർ ഇവിടെയാണ്. ഈ RGBയുടെ കണക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു RGB ലൈറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ 2 LEDs വരുന്നുണ്ടെന്നുള്ളത്. ഈ കാണുന്നത് RGB LED യും പിന്നെ തൊട്ടുപുറത്ത് കാണുന്ന ഈ കുഞ്ഞ് LED എന്ന് പറഞ്ഞാൽ വെള്ളയുടെ വൈറ്റിൻ്റെ LED ആണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ LEDs കൃത്യമായിട്ട് അറിയാൻ പറ്റും. പോസ് ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ കത്തുന്നത് വെള്ളയാണ്. അടുത്തതായി ഇപ്പോൾ കത്തുന്ന RGB LED ആണ്. ഓക്കെ, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് RGBയുടെ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും RGB. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് വെള്ള LED. നമുക്കിനി ഇതിന് തിരിച്ചതിനെ പഴയതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ നട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഈ വാഷർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ഒന്ന് കൃത്യമായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാനൽ അടയ്ക്കുന്ന വൃത്തിയാക്കി എടുക്കുന്ന കാര്യം ഒത്തിരി പാടാണ്. കാര്യം എത്രയൊക്കെ വൃത്തിയാക്കിയാലും ഇതിലെപ്പോഴും ഒരു സ്റ്റെയിൻ നിൽക്കും കണ്ടിട്ട്. അപ്പോൾ ഞാൻ മാക്സിമം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറത്ത് തറ പിടിക്കുന്നുണ്ട് ഈ ഒരു പാനലിൽ. പിന്നെ നിങ്ങളുടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നിങ്ങളുടെ കയ്യിലുള്ളതും ഇതേ അവസ്ഥയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് ആ സ്പെക്കും ഡീറ്റെയിൽസും ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സിനകത്ത് ആ വാങ്ങിച്ച സമയത്തുണ്ടായിരുന്ന കണ്ടീഷൻ ഒന്ന് കാണിക്കാം. അതിൻ്റെ ബോക്സും ഡീറ്റെയിൽസും എല്ലാം കാണിക്കാം. ഇതൊരു 6 മാസം വാറണ്ടി പറയുന്നുണ്ട്. ഇതിൽ 1600 mAh തന്നെയാണ് 1200 mAh തന്നെയാണ് അപ്പോൾ പറഞ്ഞിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിക്സ് ചെയ്യാനുള്ള ഒരു കുഞ്ഞ് ഒരു പൈപ്പും പിന്നെ ബാക്കി വാഷറും ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ഗ്ലേസിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡയറക്റ്റ് വെയിലിൽ വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ചാർജ് ആവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു 2-3 മണിക്കൂറിനകത്ത് ഓഫായി പോകുന്നുണ്ട്. ഡയറക്റ്റ് വെയിലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ വരെയൊക്കെ ഇതിന് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതൊരു പറയുന്ന ഒരു 7-8 മണിക്കൂറാണ്. പിന്നെ വളരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5.5-6 മണിക്കൂർ വരെയൊക്കെ ബാക്കപ്പ് കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക.